അങ്ങനെ ഡെലിവറി ഓഫീസ് ഒക്കെ അവിടെ നടത്താണ്. ഗുഡ് മോർണിംഗ് എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി നല്ല ഹെവി സ്നോഫാളായിരുന്നു. അപ്പം ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. ശരിക്കും സ്വന്തം ഞാൻ സാധാരണ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കല്ല പോകുന്നത്. കാരണം ഇത് കണ്ടില്ലേ, ഈ കണ്ടീഷനിൽ ഓഫീസിൽ അടവായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളും മിക്കവാറും ഉള്ളതെല്ലാം അവധിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഡെലിവറി ഓഫീസിൽ, റോയൽ മെയിലിൻ്റെ ഡെലിവറി ഓഫീസിൽ പോയി ജസ്റ്റ് മാനേജറെ കണ്ട് ക്ലോക്ക് ഇൻ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരാം. അല്ലെങ്കിൽ അവരവരുടെ ഓഫീസിൽ വന്ന് ക്ലോക്ക് ഇൻ ചെയ്തിട്ട് വീട്ടിലോട്ട് പോരാം. അതല്ല അത്രയും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തവർക്ക്, അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയയിലുള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ പോവാം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിലൊന്നും വണ്ടി ഓടിച്ചുകൊണ്ട് ഇത് കാണുന്നവർക്ക് എത്ര കൃത്യമായിട്ട് മനസ്സിലാവുമെന്നറിയില്ല. നടക്കാൻ തന്നെ പാടാണ്. ഷൂ എല്ലാം ഇപ്പോൾ തന്നെ നനഞ്ഞു. നടക്കാൻ തുടങ്ങിയിട്ടൊരു ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഷൂവിൻ്റെ അകത്തോട്ടൊക്കെ ഈ ഐസ് മഞ്ഞ് കയറിയിട്ട് എല്ലാം നനഞ്ഞ് ഷൂ ഇടണ്ടായിരുന്നു. വേറെ വല്ല പ്ലാസ്റ്റിക് കൂടെ വല്ലതും വെച്ച് കെട്ടണമായിരുന്നു ഇപ്പോൾ ഓർക്കുന്നു. ഏതായാലും ഭയങ്കര നല്ല ഹെവി ആണെന്നാണ് ഫോർകാസ്റ്റ് കാണിച്ചത്. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ കനത്തിൽ സ്നോ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ജസ്റ്റ് മാനേജറെ കണ്ട് ഞാൻ ഏത് ഓഫീസിൽ നിന്നാണ് വരുന്നത് എന്ന് മാനേജറോട് പറഞ്ഞിട്ട് ക്ലോക്ക് ഇൻ ചെയ്യുക. അവിടെ വല്ല വർക്ക് ചെയ്യേണ്ടി വരുമോ എന്നറിയില്ല, എന്തെങ്കിലും ജോലി തരുമോ എന്നറിയില്ല. ആരും ഇന്ന് വാക്കൊന്നും എടുക്കുന്നില്ല. ആരും ഇന്ന് വെളിയിലോട്ടൊന്നും ഈ കണ്ടീഷനിൽ ഡെലിവറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കാറുകളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ആ വണ്ടി പോയ പാടിനകത്തൂടെയാണ് പോകുന്നത്. അമ്മ ഇപ്പോൾ വീണതായിരുന്നു. ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ തന്നെ നമ്മൾ പണി പാടും. അപ്പോൾ അതിലും നല്ലത് വണ്ടി എടുക്കാതിരിക്കുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വണ്ടി എടുക്കാൻ നടക്കാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ സൈഡിലോട്ട് നോക്കുന്നവർക്ക് ഇപ്പോൾ ഈ സൈഡിലത്തെ ഈ കനം ഒരു 10 സെൻറ്റിമീറ്റർ മുകളിലുണ്ട്. നല്ല കനമുണ്ട്. ഇപ്പം വണ്ടി ഓടി ഇതേ കൂടെ പോകുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ എങ്ങനെ സൈഡ് കൊടുക്കേണ്ടി വന്നാൽ ഇപ്പം ഇവിടെ സൈഡ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും റിസ്ക് എടുക്കുന്നില്ല. വഴി എങ്ങനെ കടന്ന് കറങ്ങേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. വീടിൻ്റെ മുറ്റത്തുനിന്ന് അത്ര ഏരിയ വണ്ടി ഓടാത്ത ഏരിയ അല്ലേ അത്. അപ്പോൾ അവിടെ ഇച്ചിരി പാടായിരിക്കും. ഒരു സ്നോമാനെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്താന്ന് തോന്നുന്നു. അതോ എന്തേലും ഒരു വഴിയോ അല്ല അടയാളം വല്ലോ അതേ മഞ്ഞ് പിടിച്ചിരിക്കുന്നതാണോ എന്നും അറിയില്ല. ചിലപ്പോൾ നെയിം ബോർഡോ അങ്ങനെ എന്തേലും. ആളുകളൊക്കെ കൊക്കൊക്കെ നടന്നിട്ടാണ് ചിലൊക്കെ നടത്തുന്നത്. ഞാൻ റോഡിന് നടുക്കൂടെ നടക്കുന്നതുകൊണ്ട് സുഖമായിട്ട് നടക്കുന്നത്. സൈഡിൽ കൂടെ നടക്കുന്നവരൊക്കെ കൊക്കൊക്കെ നടന്നു പോകുന്നത് പയ്യ ഓരോ കാലെടുത്ത് വെച്ചാണ് നടന്നു പോകുന്നത്. എന്തോ ഭാഗ്യം റോഡിന് നടുക്കൂടെ നോക്കി വണ്ടിയൊന്നും വരുന്നില്ല. ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചില്ലേ തെന്നും കേട്ടോ. അവിടെ ഒരു വണ്ടി പെട്ടു എന്ന് മനസ്സിലായി. ആ സൈഡ് ലൈറ്റൊക്കെ ഇട്ട് കിടപ്പുണ്ട്. പെട്ടതാണോ അതോ വീട്ടിൽ നിന്ന് ഇറക്കിയതാണോ? വീടുണ്ട് അതിൻ്റെ അവിടെ. പെട്ടതായിരിക്കും. പെട്ടതല്ല, ആളിറങ്ങുന്നതിന് ലൈറ്റ് എടുത്താൽ നമ്മൾ മാറി നിന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പീഡിലായിരിക്കും വരുന്നത്. പോട്ടെ.